നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതെന്താ ചേച്ചി പാറു പതിവില്ലാതെ ചിരിച്ചോണ്ട് വരുന്നത്? അവളോട് തന്നെ ചോദിക്കാം. പാറു, നിന്റെ മുഖത്ത് നല്ലൊരു തെളിച്ചുണ്ടല്ലോ. ഞങ്ങളോട് പറയാതെ നിനക്ക് ബോണസ് എന്തെങ്കിലും കിട്ടിയോ? അയ്യോ, ബോണസ് വാങ്ങിയത് നീ മറന്നോ? കരുണാകരൻ എങ്ങനെ കേട്ടാ നിന്റെ കാര്യം കട്ടപ്പോകയോ? നീ കാര്യം എന്താണെന്ന് പറ പാറു. ഒന്നുമില്ല, വെറുതെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. കാര്യം പറ. ഞാൻ പറയാം, പക്ഷെ എന്നെ ചീത്ത പറയരുത്. നീ ഇങ്ങനെ പറയാതെ നീട്ടിക്കൊണ്ട് പോകുമ്പോഴാ എനിക്ക് ചീത്ത പറയാൻ തോന്നുന്നേ. ശരി, പറയാം. ഞാൻ വൈകാതെ ഗന്ധർവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോവാ. ഗന്ധർവനെ നേരിട്ട് കണ്ട ഒരു ഓട്ടോ ചേട്ടനെ ഞാൻ ഇന്ന് കണ്ടു. നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ പാഠം പഠിച്ചിട്ടില്ല അല്ലേ? നീ ഗന്ധർവനെ തേടിപ്പോയാലും അയാള് നിന്നെ തേടി വന്നാലും പ്രശ്നം നിനക്ക് തന്നെയാ. അതുകൊണ്ട് ഗന്ധർവനെ പറ്റി ആലോചിച്ച് സമയം കളയുന്നതിന് പകരം ചെയ്യാനുള്ള ജോലി ശ്രദ്ധിക്കേ. നിങ്ങളോട് ഈ വിഷയം പങ്കുവച്ച എന്നെ പറഞ്ഞാ മതി. ഇവള് നന്നാകില്ലെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കെ. നീ എന്താടി ടൈലർമാരോട് സംസാരിച്ചുകൊണ്ടിരുന്ന? സ്വന്തമായിട്ട് പണിയൊന്നും ചെയ്യില്ല, ജോലി ചെയ്യുന്നവരെ അതിന് സമ്മതിക്കില്ല അല്ലേ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല സർ. ഞാൻ ചെയ്തില്ലേ സാർ? നീ ഒന്നും ചെയ്യാത്തത് തന്നെ എന്റെ പ്രശ്നം. കമ്പനി നിനക്ക് ശമ്പളം തന്നതേ വെറുതെ ഇരിക്കാനല്ല. എന്നെ എതിർത്ത് എല്ലാവർക്കും ബോണസ് വാങ്ങിക്കൊടുത്തപ്പോ നീ വലിയ ആളായി നിനക്ക് തോന്നണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല സർ. ഞാൻ ഗോഡൌണിലേക്ക് തുണിയെടുക്കാൻ പോവാ. പൊക്കോ പൊക്കോ. മുക്ത മാഡം പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാം. നാളെ നിനക്കുള്ള പണി ഞാൻ തരും. പൊക്കോ. പാറു, എന്താ ചേട്ടാ? നിനക്കൊരു പാഴ്സലുണ്ട്. ജയന്തി ചേച്ചി നോക്ക്, പാറുണ്ട് പാഴ്സൽ വന്നിട്ടുണ്ടല്ലോ. അവളിപ്പോ ഗന്ധർവനെ പറ്റി പറഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പാഴ്സൽ വന്നല്ലോ. എന്തോ പന്തികേടുണ്ട്. ജോലി ചെയ്യേണ്ട സമയത്ത് ഇവൾ എന്താ ചെയ്യുന്നത്? ഇവള് 4 ചീത്ത വിളിച്ച കരുണാകരൻ സാറിന്റെ മുമ്പിൽ ആളാവാൻ പറ്റും. ബോണസ് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാത്ത എന്റെ വിഷമവും മാറും. നീ എങ്ങോട്ടാ? പാറു ജോലി ചെയ്ത പാഴ്സല് നോക്കി നിൽക്കുക. പോയി 2 ചീത്ത കൊടുക്കാം. അതൊക്കെ ശ്രദ്ധിക്കാനേ ഞാനിവിടെ ഉണ്ട്. നീ വലിയ സൂപ്പർവൈസർ കളിക്കില്ലേ? പോയി തന്നെ ജോലി. രാവിലെ ഗന്ധർവനെ കുറിച്ച് ഓട്ടോ ചേട്ടനോട് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഗന്ധർവന്റെ പാഴ്സൽ വന്നല്ലോ. അതും ഇത്രയും നാളുകൾക്ക് ശേഷം. ഇപ്പൊ ഇത് അയക്കാൻ എന്തായിരിക്കും കാരണം? മുക്ത, അവൾ എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്ന? ഗന്ധർവന്റെ ലക്ഷ്യങ്ങളെ പറ്റി അവൾക്ക് ഇനിയും മനസ്സിലായില്ലേ? ഞാൻ പോയി ചോദിക്കട്ടെ? നോ കൈലാഷ്, പാർവതി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. ഇവിടെ വെച്ച് തുറക്കണ്ട, മാറി നിന്ന് തുറന്നു നോക്കാം. പാർവതി ഇപ്പൊ എങ്ങോട്ടാ പോകുന്ന? കൈലാഷ് വാ, നമുക്ക് പോയി നോക്കാം.
പാഴ്സലുമായിട്ട് അവൾ എങ്ങോട്ടോ പോകുന്നുണ്ട്. രഹസ്യമായിട്ട് തുറക്കാൻ മാത്രം അതിലെന്തായിരിക്കും ചിന്ത ചേച്ചി? എന്തെങ്കിലും പുതിയ പ്രശ്നമായിരിക്കും. ഇതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞാൽ അവള് കേൾക്കില്ലല്ലോ. അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, നീ നിന്റെ ജോലി ചെയ്. എന്നെ മാത്രം പാറുവിന് എന്നോട് നീ നല്ല ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം. ഞാനില്ലാതിരുന്ന കുറച്ചു നാളുകൾ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. ഗന്ധർവനായി നിന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിലും നിനക്ക് കാവലായി നിഴലായി നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ സന്തോഷവും ദുഃഖവും കളിയും ചിരിയും എല്ലാം നിന്റെ കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഹോസ്റ്റലിലെ പ്രശ്നങ്ങളും നീ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നതെന്നും എനിക്കറിയാം. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ടാ നിന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും ഞാൻ ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്താത്തത്.